ഡിയർ ഫ്രണ്ട്സ്, പെറ്റ് ആൻഡ് ലീഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഒരു അഡീനിയം ഗ്രാഫ്റ്റിംഗ് ഏത് ടൈപ്പ് ചെടിയിലാണ് നമ്മൾ ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് പൂക്കൾ കിട്ടുന്നത്, അത് തെളിവ് സഹിതം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏതൊരു ചെടിയായാലും നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കളും കായ്കളും ഒക്കെ കിട്ടണം നമുക്ക്. അതാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം. അങ്ങനെ പൂക്കളും കായ്കളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ചെയ്യുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ് നമുക്ക്. അഡീനിയം ഗ്രാഫ്റ്റിങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ അഡീനിയം ഗ്രാഫ്റ്റിംഗ് ഞാൻ കാണിക്കുന്നില്ല. അത് കാണണമെന്നുള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, അത് നോക്കുക. ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പല തരത്തിലുള്ള ഗ്രാഫ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതിൽ ഏത് തരം ചെടിയിൽ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്താലാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നത്. നമ്മൾ ഏത് തരം ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്താലും കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുകയും നല്ല ഗ്രോത്തോടു കൂടി ചെടികൾ വളരുകയും ചെയ്യുള്ളൂ. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനങ്ങാതെ സംരക്ഷിച്ച് നമ്മൾ വെക്കണം. അതെല്ലാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൽ ശാഖകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ചൂട്, ലൈറ്റും സൂര്യപ്രകാശം ഒക്കെ കിട്ടത്തക്ക രീതിയിൽ അതിനെ നമ്മൾ ക്രമീകരിക്കണം. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വിചാരിച്ച് ആദ്യമേ തന്നെ തീ വെയിലെടുത്തങ്ങ് വെക്കരുത്. കുറേശ്ശെ വെയിലത്തോട്ട് കൊണ്ടുവന്ന് നല്ല സൂര്യപ്രകാശത്തിൽ വെക്കണം. നല്ല സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വാട്ടറിങ്, വെള്ളം ആവശ്യമാണ് ഇതിന് എന്ന് വിചാരിച്ച് ഓവർ വാട്ടറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ഫ്ലവേഴ്സ് കിട്ടുകയില്ല. ആവശ്യത്തിനുള്ള വെള്ളം 1-2 ദിവസത്തിൽ ഇടവിട്ട് കൊടുത്താൽ മതി. ന്യൂട്രിയൻസ്, അതിനാവശ്യമുള്ള വളം കൃത്യസമയത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പൂക്കൾ കിട്ടുകയുള്ളൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പൊക്കെ ഉള്ള ടൈപ്പ് ഒരു ചെറിയ പുഴു വരും. അതിൻ്റെ നാമ്പ് ഇലകളെയും പൂക്കളെയും എല്ലാം അത് നശിപ്പിക്കും. അതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളിനി എന്തെല്ലാം പരിചരണം അതിനകത്ത് കൊടുത്താലും അഡീനിയത്തിനകത്ത് നമുക്ക് പൂക്കൾ കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കും. ഇനി നമുക്ക് ഏത് ടൈപ്പ് ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യണമെന്നുള്ള ഇതിലോട്ട് വരാം. ഇവിടെ നോക്കിക്കേ, ഞാൻ അന്ന് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ്. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വേണ്ടാത്ത ശാഖകൾ അതിൻ്റെ മദർ പ്ലാന്റിൽ വരുന്നത് ഇതേപോലെ വരുന്നത് നമ്മളിങ്ങനെ ഒടിച്ചു കളയണം. എങ്കിൽ മാത്രമേ അതിന് നല്ല ഗ്രോത്തും പെട്ടെന്ന് പൂക്കളൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുകയുള്ളൂ. ഇതിന് നല്ല വളർച്ചയുണ്ട്, നല്ല ഇലകളും ഒക്കെ വന്ന് നല്ലതുപോലെ അതിന് ഗ്രോത്ത് ഉണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കൾ വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത വേറൊരു പ്ലാന്റ് പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു. അന്ന് തന്നെ ഇതിന്റെ കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത വേറൊരു ചെടിയാണിത്. ഇതിന്റെ മദർ പ്ലാന്റ് ഈ ചുമന്ന ഇലകളാണ്, കടും നിറത്തിലുള്ള ചുമന്ന പൂക്കളാണ് ഇതിന്റെ മദർ പ്ലാന്റിനുള്ളത്. അത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് അതിന്റെ ആ നിറമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്ലവർ ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മദർ പ്ലാന്റില് നമ്മൾ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കായിക വളർച്ച കുറവായിരിക്കും. പക്ഷേ മദർ പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തും ഫ്ലവറുകൾ നമുക്ക് കിട്ടും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.